எம்பி பிள்ளையானாலும் எம்எல்ஏ பிள்ளையானாலும் 6 மணிக்கு மேலே காட்டுக்குள்ளே அனுப்ப முடியாது. ஏன் வேலை பண்ணாலும் பரவாயில்ல. നീ ഇപ്പം എന്ത് ചെയ്യും? നീ ഇപ്പം എന്ത് ചെയ്യാനാ? സ്റ്റേ അടിക്കേണ്ടി വരും. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇവിടെ ഹോസ്റ്റലാണ്. എനിക്കും പ്രശ്നമില്ല. ഓ അപ്പം എനിക്കാണ് പ്രശ്നം. പുലി ഇറങ്ങി അമ്മച്ചി, പുലി അല്ലല്ല, ആന ആന. അയ്യേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഹോട്ടലാന്നേ. ഓ ആയിക്കോട്ടെ. ഓ എൻ്റെ അമ്മോ, നിന്നെ ഒന്ന് സൂക്ഷിച്ചോളാൻ അമ്മച്ചി പറഞ്ഞേ. ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. ഇൻ കേസ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തടയാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതും ഒബ്സർവേഷന്റെ ഒരു ഭാഗമാണ്. ഇതൊരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരും. സ്വിച്ചിട്ടില്ല. യോ, സ്വിച്ചിട്ടാലേ കൗണ്ട് പറയും. അതിന് നിനക്കെന്തിനാ കൗണ്ട്? ശരിയാണല്ലോ. അപ്പൊ ഇനി മുതലേ സ്വിച്ച് ആക്കാം. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് മാത്തിന് പോലും മനസ്സിലായില്ല. അപ്പോഴല്ലേ ഈ 60 കഴിഞ്ഞ് റീത്താമയ്ക്ക്. എന്റെ കണ്ണിന് കുറച്ച് കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. എന്റെ മുന്നിൽ നിന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നതായോ? അമ്മച്ചി അതിന് മാത്രം ഞങ്ങളൊന്നും മിണ്ടിപ്പോകരുത്. എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാനേ ഉള്ളൂ ബുദ്ധിമുട്ട്. അവരെന്ത് ചെയ്യായിരുന്നു മനസ്സിലാക്കാനൊക്കെ നിന്റെ അപ്പന്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞവളാ ഞാന്. ഞാനിനി വഴിക്കില്ലട്ടോ. നിനക്ക് എത്ര വയസ്സായി? ഈ സെപ്റ്റംബറിൽ 32. പെറ്റതള്ളെ വയസ്സ് ഓർമ്മിപ്പിക്കുന്നോടാ. കൊച്ചെ, നിനക്ക് എത്ര വയസ്സായിരുന്നു? 25. നിന്റെ തന്തേ തള്ളെ വിളിച്ചൊന്ന് പറഞ്ഞേര്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനി നാട്ടുകാരെ കൂടെ കാണിക്കാനാണോ ബാൽക്കണി പോയി നിൽക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല. എന്താ കല്യാണം അതൊന്നും നടക്കൂല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പിന്നെ 1 ഇയർ എങ്കിലും എനിക്ക് ടൈം വേണമെന്ന്. ഇതിപ്പം എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ പടമാണ്, അതൊരു നിലയ്ക്ക് എത്തിക്കേണ്ടതൊന്നും ശരിയാവില്ല. ഓക്കെ, നിന്റെ ആദ്യത്തെ പടം അതെല്ലാം ശരിയായാൽ എല്ലാ പണിയും തീരാൻ എത്ര സമയം വേണം? മിനിമം 2 ഇയറെങ്കിലും എടുക്കും. അതെല്ലാം ഓക്കെ ആയാൽ 2 വർഷം കൊണ്ട് അമ്മച്ചി എന്നെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിച്ചുവിടും. എന്നാ നീ വേറെ പോയി കെട്ട്. അതല്ല ജീവ, ഇപ്പം കല്യാണം കഴിഞ്ഞതെല്ലാം മാറും. ഇപ്പം നിന്നെ എന്നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ നിന്റെ ബന്ധുക്കള് എൻ്റെ ബന്ധുക്കള് മൊത്തം ശല്യമായിരിക്കും. എൻ്റെ പണിയൊന്നും നടക്കൂല. എടോ, തനിക്ക് എന്നെ ഇഷ്ടമാണോ? ആ, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികാലമായില്ല എന്നുള്ളൊരു പ്രശ്നമാണോ? അല്ല. ഒബ്സർവേഷൻ പീരീഡിൽ എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നോ? അല്ല. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ വർക്കിനിടയിൽ നിന്നെ ശല്യപ്പെടുത്തുകയോ വെറുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം കാണുന്നു, സംസാരിക്കുന്നു, അവനവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാലും ഞാൻ മാറാൻ പോകുന്നില്ല, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ ഇത് കുടുംബക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ನೀನು ನನ್ನನ್ನು ಮದುವೆ ಆಗ್ತಾರ? Will you marry me, please? നമ്മൾ രണ്ടാൾ മാത്രമുള്ള നമ്മുടെ ചെറിയൊരു സ്പേസ്, അവിടെ നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ല. പോരെ? വേറെ പോന്നു കേട്ടില്ല. ഒരു വെറൈറ്റി. നാളത്തെ അഞ്ജലി മേനോനാണ് നമ്മുടെ സാറ ചേച്ചി. ജീവൻ ചേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. Thank you. കടുകിട്ട് തെറ്റിക്കാൻ ബെസ്റ്റാ. ഹലോ.
ആദ്യത്തെ കല്യാണം ആദ്യത്തെ പടം പൊളിക്കന്ന ജീവൻ കൊടുക്കി എട് നിങ്ങളെന്ത് ഇവിടെ ഇങ്ങനെ മാറിപ്പോ അപ്പോഴത്തെ കാണാം. Understanding her lies in her eggs. Their white shells No. reflect the മെല്ലെ sun's കുത്തണം, forgiving വേറെറ്റ് പോയ പണി വാളും. starting on shiny eggs are easy ജീവ ഈ വീട് മൊത്തം കണ്ണാടിയാണല്ലോടാ. ഇതൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തിനാ എത്ര കാശ് ചെലവാക്കണേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ആ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ കോംപ്രമൈസ്. അതാരാ? ഞാൻ തന്നെ. detective work. She can recognize her own eggs, perhaps by the patterned pores on their shells. മതി അമ്മ മധുരം കഴിച്ചാൽ അല്ലെങ്കിൽ ഇൻസുലിൻ കുടിക്കേണ്ടി വരും കേട്ടോ. She makes sure the eggs she has laid ഓ മരുമോള് ഭരണം തുടങ്ങിയല്ലോ റീത്താമ്മേ. നീ എന്റെ തീറ്റയുടെ കാര്യം നോക്കാതെ നീ വല്ലതും കഴിക്കാൻ നോക്ക്. കണ്ടാ പറയുകയില്ല 25 വയസ്സായി. അത് ശരിയാ, ഈ ശരീരം വെച്ചോള് പ്രസവിച്ച ഇവിടെ ആത്മാവ് വരെ പുറത്തു വരും. എടി, ഇക്കാലത്ത് പ്രസവിക്കാൻ വലിയ കരുത്തൊന്നും വേണ്ടടി. വേദനയില്ലാതെ പ്രസവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നീ പേടിക്കണ്ടടി മോളെ. എനിക്ക് പേടിയൊന്നുമില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ മോക്ക് പേടിയില്ലെന്ന്. അതിന് ഞാൻ പ്രസവിക്കുന്നില്ല. ഏ? എന്നതാ നീ പറഞ്ഞത്? നീ പ്രസവിക്കത്തില്ലെന്നോ? ആ എന്റെ കർത്താവേ, ഇവക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? അമ്മച്ചി, അവൾ ഉദ്ദേശിച്ചത് ഹേ, നീ ഉണ്ടായിട്ടാ വിൻസെന്റെ, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞോട്ടാണോ താൻ ഇവിടെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ അയ്യോ നോക്കിയത്? റീതാം, ഇത് റീതാം ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അല്ലേ, പ്രസവിക്കാത്തത് പ്രശ്നമൊന്നും അല്ലെന്നോ? ഓ എന്റെ കർത്താവേ, എന്റെ മോളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ നീ? എന്നതാ അതിന്റെ പ്രശ്നം? യൂട്രസിനോ മറ്റോ ആണോ കുഴപ്പം? ആ കണ്ട ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടേ നാട്ടിലെ സകല പെണ്ണുകൾക്കും കുഴപ്പാ. ഇത് നിങ്ങൾ പറയണ പോലെ യൂട്രസിന്റെ സെർവിക്സിന്റെ പ്രശ്നമല്ല. ഇത് എൻ്റെ അല്ല, ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികളെ വേണ്ടെന്നുള്ളത്. അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ എല്ലാരും പറയുന്ന കാര്യമില്ലയോ? ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. എന്റെ കർത്താവേ, അയ്യോ, എനിക്കിതൊന്നും താങ്ങാൻ മേലായേ മാതാവേ. അമ്മ ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. ഇവർക്കിപ്പോ കരിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ മാറുന്ന ഒരു കാലത്ത് മതി. പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ. എടാ ജീവാ, നിനക്കും കൊച്ചുങ്ങളും വേണ്ടെന്നാണോ? അമ്മച്ചി, ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. കൊച്ചുങ്ങളെ വളർത്തുന്നൊക്കെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയ ഉത്തരവാദിത്വം. കൊച്ചുങ്ങളെ പിറന്നത് നോക്കുന്നൊക്കെ അവളല്ലയോടാ. നിനക്ക് എന്നാ ഉത്തരവാദിത്വം? നിനക്ക് വൈകുന്നേരം വന്ന് ആ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുക, അല്ലാതെ എന്നാ? അതെ, കൂടുതൽ ഉത്തരവാദിത്തം ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻസ് ആരുടെയാ? ആ ഇത് പ്രശ്നം യൂട്രസിന്റെ അല്ല, ഇത് മറ്റേതാണ്, ഫെമിനിസം. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞ